ഹാപ്പി ചിത്തിര. അപ്പോൾ ചിത്തിര ദിവസത്തിന്റെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ തന്നെയാണ് തലേ ദിവസത്തിന്റെ പൂ എടുത്ത് മാറ്റുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് മാറ്റുകയാണ് രാവിലെ തന്നെ. എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്നും കൂടി ചാണകമൊക്കെ ഒന്ന് മുകളിലൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് മെഴുകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് പൂവുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾക്ക് എന്നും ഉണ്ടാവുന്നത് രാജകിരീടമാണ്. അപ്പോൾ ആ പൂവ് ഉണ്ട് കേട്ടോ. അപ്പം അത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കുറച്ച് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പൂക്കൾ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അതും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ പൂവിടാൻ സ്റ്റാർട്ട് ചെയ്തു. എന്താ ഭംഗി പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചെണ്ടുമല്ലിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊണ്ട അതൊന്നും അങ്ങനെ പൊട്ടിക്കാനേ തോന്നുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. മഞ്ഞയും ഓറഞ്ചും ഒക്കെ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇതാ ഫൈനലായിട്ട് എങ്ങനെയാണ് ചെയ്തത്. ഇന്ന് കുറച്ചധികം പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. അപ്പം നമ്മളുടെ ഇന്ന് ഡേ 2 ആണല്ലോ. അപ്പോൾ പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ദിവസം 10 പായസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴപ്പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് പഴം നേന്ത്രപ്പാടാണ് എടുത്തിരിക്കുന്നത്. ഒന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ശർക്കര ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു നേന്ത്രപ്പഴം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഒന്നും എടുത്തിരിക്കുന്നത്. അപ്പം അത് നന്നായിട്ടൊന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് പിന്നെ ലാസ്റ്റ് ഞാനിപ്പോൾ അവിടെ സാധാ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര എല്ലാം ആയി ഒരു നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പാലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ സാധാ പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ സിമ്പിളായിട്ടുള്ള പഴപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ ഉണ്ണിക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഉണ്ണി സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കേണ്ട ഒരു ഇതിലാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ നമുക്ക് പായസത്തിൽ വാങ്ങിച്ച ലാസ്റ്റ് മിൽക്ക് മെയ്ഡും വാങ്ങിച്ച് ആഡ് ചെയ്യാം. ഞാൻ ശർക്കര ആഡ് ചെയ്തതുകൊണ്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പായസമൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് ഉണ്ടെന്ന്. അപ്പോൾ അത് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കൊടുത്തു. നല്ല ഇഷ്ടമാണ് ആൾക്കത്. എപ്പോഴും ഒന്നും വീട്ടിൽ മേടിച്ച് വെക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് അപ്പം ഞാൻ അങ്ങനെ മേടിച്ച് വെച്ചതാണ്. അപ്പം അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ഇവിടെ കുട്ടികൾക്ക് മാത്രമായിട്ട് കുറച്ച് ഓണം സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിപ്പോൾ അങ്ങനെ സെലിബ്രേഷൻ ഒന്നുമില്ല വയനാടിൻ്റെ ദുരന്തം കാരണം. അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ണിക്കും ഉണ്ണിയുടെ ഫ്രണ്ടിനും വേണ്ടിയിട്ട് ഒരു കോംബോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ രാത്രി ഇരുന്നിട്ട് അതായിരുന്നു പരിപാടി. അപ്പം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ശരിക്കും ഒരു മണിക്കൂർ മതി. അപ്പം അതിൻ്റെ ലോങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 10 ദിവസം പായസം കുടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 2 ദിവസം സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ നോക്കാം. ചൊവ്വാഴ്ചയാണ് ഞാൻ പറഞ്ഞ ഈ ഫംഗ്ഷൻ. അപ്പോൾ അന്നത്തെ ദിവസം പായസം കുടിക്കാൻ ഉണ്ടാവും, അതുകൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ദിവസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പം നാളെ ചോദ്യ ദിവസത്തിന്റെ വിശേഷങ്ങളും പായസമൊക്കെ ആയിട്ട് വരാം കേട്ടോ.